നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ മുഖക്കോണൽ വാദം, മുഖക്കോണൽ മുഖത്തിൽ വരുന്ന വാദം, മുഖവാദങ്ങൾ 84 ടൈപ്പ് ഉണ്ട്. അതിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് മുഖത്തിൽ വരുന്ന വാദക്കോളാറുകൾ, അതിനെ ശരി ചെയ്യാൻ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ. ബർമയിൽ എക്സ്റ്റേണൽ എനർജി മാനിപ്പുലേഷൻ അതാണ് ഫേമസ് ആയത്. പക്ഷേ ഇൻറ്റേർണൽ മാനിപ്പുലേഷൻ ഐ ആം ദി ഫൗണ്ടർ. അതിൻ്റെ ഫോർമുലയൊക്കെ ഞാനാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാനാണ് നടമുറപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ മുഖക്കോണൽ വാദത്തിന് എന്തൊക്കെ ഇത് കഴിക്കുന്നു വെച്ചാൽ, ഞങ്ങൾക്ക് ബെൽസ് പാൽസി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, മുഖക്കോണൽ വാദം. അത് ചില ആളുകൾ നോക്കിയാൽ ചില ആളുകൾ ഇങ്ങനെ ഇരിക്കും, അതിനുള്ളത് അതമാതിരിയുള്ളത്. ഹെമി ഫേസിയൽ സ്പാസം എന്ന് വെച്ചാൽ ചില ആൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വലിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറി ഇങ്ങനെ വലിക്കും. ചില ആളുകൾ തോള് ചില ഈ നെർവ്സൊക്കെ, ഈ കണക്റ്റഡ് നെർവ്സൊക്കെ അടുത്ത് തോളിൽ വരും. ഇങ്ങനെയുള്ള ഇതൊക്കെ അതിൽ ചേർന്ന വാദങ്ങളാണ്. അതുപോലെ ചില സ്ട്രോക്സ് വന്ന് ചില പെർമനൻ്റായിട്ട് ഒരു പിടിത്തം. ഇങ്ങനെ 3 ടൈപ്പ് മുഖവാദങ്ങളെ ശരിയാക്കാൻ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ. അതായത് നെർവസ് സിസ്റ്റത്തിലാണ് ഈ ബാധിപ്പുകളൊക്കെ ഏർപ്പെടുത്തുന്നത്, നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഇരിക്കുന്നത് ഫിസിക്കൽ ബോഡി. പക്ഷേ നമ്മൾ ഇതിനെ ഇളക്കുന്നത് ആസ്ട്രൽ ബോഡിയിൽ ഫ്ലോ ആകുന്ന നാഡി ചാനൽ എല്ലാം ആസ്ട്രൽ ബോഡിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അത് കണക്റ്റഡ് ടു ദി നെർവസ് സിസ്റ്റം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ട്രീറ്റ്മെൻറ്റ് പോയാൽ, അവർ നെർവസ് സിസ്റ്റത്തിന് മാത്രമാണ് അത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമില്ല. ഇതൊരു ആസ്ട്രൽ ബോഡിയിലുള്ള കറണ്ട്, കോസ്മിക് കറണ്ട്, നെർവസ് സിസ്റ്റത്തിൽ ഓടുന്നത് ബയോ കറണ്ട്. ഇതിലോടുന്ന കോസ്മിക് കറണ്ടെ കുറിച്ച് ഇപ്പോൾ ഉള്ള അത് സയൻസ് പഠിത്തത്തിൽ ഇല്ല. അത് ഡീൽ ചെയ്യുന്നതാണ് മർമ്മം. അതാണ് മർമ്മം എന്ന് പേരിട്ടത്. മർമ്മം എന്ന് തമിഴിൽ പറയുന്നത്, മർമ്മവും തമിഴ് വേർഡ് തന്നെ, അത് മലയാള വേർഡല്ല, തമിഴ് വേർഡ് തന്നെ. മർമ്മം എന്ന് വെച്ചാൽ സീക്രട്ട്. മർമ്മ സീക്രട്ട് അല്ല, തമിഴ് തന്നെ. ബർമ്മ കണ്ടുപിടിച്ചതേ തമിഴ്. 49 കൺട്രീസ് ഉണ്ടായിരുന്നു, ലെമൂറിയ കോണ്ടിനെൻറ്റ്. അതിലുള്ള നോളജാണ് ഇത്. അതിന് പല പേരുള്ളതിൽ മർമ്മം എന്നുള്ള പേര് തമിഴിൽ സീക്രട്ട്. അത് കേരളത്തിൽ സെറ്റായിപ്പോയി. മർമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ല. വർമ്മത്തിൻ്റെ ഇന്നൊരു പേര് വർമ്മം, വന്മം, ഇങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ ഈ ഫേഷ്യൽ ഗുണമാക്കാൻ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ. നെർവസ് സിസ്റ്റത്തിൽ എന്തെന്ന് വെച്ചാൽ ഇതിന് കാരണം ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിനെ കോർഡിനേറ്റ് ചെയ്യുന്ന കാർപ്പസ് കൊലാസം എന്ന ഒരു ബഞ്ച് ഓഫ് നെർവ്സ്. അതിൽ മില്യൺ കണക്കായിട്ടുള്ള നെർവ് യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് എനർജി 12 ക്രേനിയൽ നെർവ്സിലും കണക്റ്റ് ആകുന്നുണ്ട്. 12 ക്രേനിയൽ നെർവ്സിനും കണക്ഷൻ അതിൽ നിന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എനർജി ഫ്ലോ കുറയുമ്പോഴാണ് ബെൽസ് പാൽസി, ഇതേമാതിരി ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലം, മറ്റെവിടെയായിട്ട് സ്പോണ്ടിലോസിസ്, അതുപോലെ അതിലുള്ള വേഗസ് നെർവ്സ് കണക്റ്റാണ് ലങ്സ്, ഹാർട്ട് ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇങ്ങനെ എല്ലാത്തിലും കണക്ഷൻ ഉള്ളത് അതാണ്. അപ്പോൾ നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൺട്രോൾ നാഡി ചാനൽ 2 സ്ഥലത്തും താഴോട്ടൊന്നും വരുന്നു. താഴോട്ട് മൂലാധാരത്തിൽ നിന്ന് നോസിന് വരുന്നുണ്ട്, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് നാക്ക് വരുന്നുണ്ട്, മൂലാധാരത്തിൽ നിന്ന് മൂക്കിന് വരുന്ന നാഡി ന്യാസനാഡി, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് നാക്കിന് ജിഹ്വ നാഡി. ഇതേമാതിരി കണ്ണിന് കാന്താരി പുരുഷൻ, അതിന് കാതിന് അത്തി അലംബുഷ, സ്കിന്നിന് വരണി നാഡി, അനാഹത്തിൽ. ഇത്രയും കണക്ഷനിൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അതേസമയം മുകളിൽ നിന്നുള്ള കണക്ഷനുണ്ട്. അതാണ് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ. മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ കാർപ്പസ് കൊലാസം പ്ലസ് 12 ക്രേനിയൽ നെർവ്സ് മിഡ് ബ്രെയിൻ. പക്ഷേ അത് യോഗയിൽ അതിൻ്റെ പേര് അന്തർപത്മ ആക്ടിവേഷൻ. അന്തർപത്മം 12 തളമുള്ള ഒരു ലോട്ടസ് തലയുടെ അകത്ത് ഇരിക്കുകയാണ്. സാധാരണ യോഗയിൽ സഹസ്രാരം 1000 പെട്ടൽസ്. ഇത് 1000 + 20,
അതായത് 12 അന്തർപത്മ, 8 ഊർധ്വ പത്മം, അങ്ങനെ 1020. അപ്പോൾ 1020 ഊർധ്വ പത്മം, അത് സ്പിരിച്വൽ പവർ, കംപ്ലീറ്റ് സ്പിരിച്വൽ പവർ, അത് ആസ്ട്രൽ ബോഡിയിൽ തന്നെ ഇരിക്കുന്നു. അന്തർപത്മം ആസ്ട്രൽ ബോഡിയിലും ഇരിക്കുന്നു, കറസ്പോണ്ടിങ് ഫിസിക്കൽ ബോഡിയിലും അതിൻ്റെ കണക്ഷൻ ഉണ്ട്. ഇതിൽ ഇനി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മർമ്മത്തിൻ്റെയൊക്കെ അടിപ്പട വന്ന് ശിവയോഗങ്ങളാണ്. അപ്പോൾ ശിവയോഗങ്ങളിൽ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി രണ്ടിലും കണക്റ്റ് ആയിരിക്കുന്നു. അതേസമയം ഗുരുമണ്ഡലം, നിരാധാരം, പരമാണു ഒൺലി ഇൻ ആസ്ട്രൽ ബോഡി. അതേമാതിരി 12 അന്തർപത്മം ഉള്ള പെട്ടലുള്ള ഇത് വന്നിരുന്നത് ഫിസിക്കൽ ബോഡിയിൽ മിഡ് ബ്രെയിനിലിരിക്കുകയാണ്. അതേസമയം ഊർധ്വപത്മം ഓൺലി ആസ്ട്രൽ ബോഡിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അന്തർപത്മം വന്ന് ഈ ഒവ്വൊരു പെട്ടലും ഒവ്വൊരു ക്രേനിയൽ നെർവിൽ കണക്റ്റാണ്. അപ്പോൾ ഈ അന്തർപത്മത്തെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എനർജി, ഊർജം, കോസ്മിക് എനർജി നിരാധാരത്തിൽ നിന്ന്, പരമാണുവിൽ നിന്ന് നിരാധാരത്തിൽ വന്ന് കണക്ട്, നിരാധാരത്തിൽ നിന്ന് ഗുരുമണ്ഡലത്തിൽ വന്ന് അതിൽ നിന്ന് ചിത്രണി നാഡിക്ക് ഇറങ്ങുന്നു. ചിത്രണി നാഡിയിലെ എനർജി ഇറങ്ങുമ്പോൾ അത് കാർപ്പസ് കൊലാസത്തിൽ കണക്റ്റഡ്, നെർവസ് സിസ്റ്റത്തിൽ. അപ്പോൾ എനർജി ചിത്രണി നാഡി വഴിയായിട്ട് കാസ്മിക് എനർജി കാർപ്പസ് കൊലാസത്തിൽ കണക്റ്റ് ആവുന്നു. കാർപ്പസ് കൊലാസത്തിൽ ആൾറെഡി ഇരിക്കുന്നത് ബയോ കറണ്ടാണ്. ഇപ്പോൾ അതിനെ ഒന്ന് ചിത്രണി നാഡി മൂല്യമായിട്ട് അതിനെ ഒന്ന് കാസ്മിക് കറണ്ടും കിട്ടുന്നു. അപ്പോൾ അത് വന്ന് 2 മടങ്ങ് പവറോടെ വർക്കാവുമ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ മാറ്റുന്നത്. ഇമ്മീഡിയറ്റായി മാറ്റും. ആൺ ദി സ്പാട്ട് കാസ്മിക് കറണ്ട് ഏത് ഭാഗത്ത്, ഏത് നെർവസ് സെക്ടറിൽ, ഏത് ഓർഗാനിൽ കണക്റ്റ് ആവുന്നോ അതിലുള്ള പ്രോബ്ലം ഇമ്മീഡിയറ്റ് റിലീഫ്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ കണക്റ്റായി കാർപ്പസ് കൊലാസത്തിൽ നിന്ന് ക്രേനിയൽ നെർവ്സിന് വന്ന് അത് വന്ന് ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ മുഖക്കോണൽ വാദം മറ്റെവിടെയായിട്ട് ഇത് സംബന്ധമായിട്ട് എല്ലാ അസുഖങ്ങളും മാറും. അപ്പോൾ ഇതിൽ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ വഴി നമ്മൾ എനർജിയെ കൊണ്ടുവന്ന് ചിത്രണി നാഡിയിൽ കൊണ്ടുവരണം. ഒന്ന്, ചിത്രണി നാഡിയിൽ നിന്ന് ഈ ഡയറക്റ്റായിട്ട് കാർപ്പസ് കൊലാസത്തിൽ കണക്റ്റ് ആവുന്ന മാതിരി ഇന്നൊരു റൂട്ട് ചിത്രണി നാഡിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് അന്തർപത്മത്തിൽ കണക്ഷൻ ആകുന്നുണ്ട്. അപ്പോൾ അന്തർപത്മത്തിൽ കണക്ഷൻ വരുമ്പോൾ എന്താ വെച്ചാൽ ഡയറക്റ്റ് വന്ന് അന്തർപത്മത്തിൽ ഒവ്വൊരു പെട്ടലിലും കണക്റ്റ് ആയിരുന്ന ക്രേനിയൽ നെർവ്സിന് എനർജി സപ്ലൈ 2 റൂട്ടിൽ കൂടെ ക്രേനിയൽ നെർവ്സിന് എനർജി കിട്ടുന്നു. ഒന്ന് നേരെ ചിത്രണി നാഡിയിൽ നിന്ന് കാർപ്പസ് കൊലാസം പോയി അതിൽ നിന്ന് ചിത്രണി നാഡിക്ക് എനർജി സർക്യൂട്ട് കിട്ടുന്നു. ഇന്നൊന്ന് ഡയറക്റ്റ് അന്തർപത്മം പെട്ടൽസിൽ നിന്ന് കണക്റ്റായി വരുന്നു. അപ്പോൾ ഇങ്ങനെ കണക്റ്റായി വരുമ്പോൾ അതിലുള്ള ഇതിനെ വെച്ചാണ് നമ്മൾ വന്ന് വാദക്കൊളറുകളെ ശരി ചെയ്യുന്നത്. മുഖക്കോണർ വാദം ഇതൊക്കെ നിങ്ങൾ മറ്റേ എണ്ണയിട്ട് ഒന്നും തേച്ച് ഒന്നും ശരിയാക്കാൻ നോക്കില്ല. വർമ്മ ആസാന്മാരൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഇത് വേറെ ആരും എവിടെയും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നുവെച്ചാൽ ഇതിന് വന്ന് ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ തന്നെ നല്ലത്. അപ്പോൾ ഇതിന് വന്ന് എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ ഇതിന് ഉണ്ടെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ മാനിപ്പുലേഷനും ഉണ്ട്. അത് എത്രയ്ക്കും ചെറിയ സാധാരണമായിട്ട് ജന്യവർമ്മം, നക്ഷത്രകാലവർമ്മം, അലവാടി വർമ്മം, കുരുന്തുകുറ്റി വർമ്മം, ചെവിക്കുറ്റി കാലം, കവിളിക്കാലം, ഈ കൺപുകച്ചൽ വർമ്മം, പാദചക്രവർമ്മം, ഇത് കുറച്ച് ഇതേമാതിരി 10-20 വർമ്മങ്ങളെ ഒന്നിച്ച് ചെയ്താൽ ഇത് ചെയ്യാൻ പക്ഷേ അത് ശരിയാകുന്നില്ല. അങ്ങനെ ശരിയായാൽ 30%, 40% മേൽ ശരിയാകുന്നില്ല, പ്രാക്ടിക്കലാണ്. അത് നമ്മൾ എന്നോട് ഫീൽഡ് റിപ്പോർട്ട്, ഞാൻ ഒരുപാട് ഫീൽഡ് റിസർച്ച് ചെയ്തിട്ടുണ്ട് പല ഇതുകളിലും. അവിടെ ഇതാണ് അതിപ്പോൾ ഇത് അങ്ങനെയല്ല 100% റിലീഫ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബെൽസ് പാൽസി ശരിയാക്കണമെങ്കിൽ ചിത്രണി നാഡി പ്ലസ് ഇത് മാനത എന്നുള്ള കല ഇതിൽ ആക്ടിവേറ്റ് ആകണം. അപ്പോൾ അത് വന്ന് ശരിയാകും. അടുത്തത് വന്ന് ഹെമി ഫേഷ്യൽ സ്പേസം ശരിയാക്കണമെങ്കിൽ ചിത്രണി നാഡി പ്ലസ് പൂസ നാഡി എന്നുള്ളത് കണക്ട് ചെയ്യുമ്പോൾ അത് ഹെമി ഫേഷ്യൽ സ്പേസം ക്ലിയർ ആകും. ആ നെർവ് സർക്യൂട്ടിൽ എനർജി ഫ്ലോ ആകുമ്പോൾ അത് ശരിയാകും. അടുത്തത് നോക്കിയാൽ സ്ട്രോക്ക് കൊണ്ട് ചീക്ക്, കന്നത്തിലെ കഴുത്തിലൊക്കെ പിടുത്തമുള്ളവർക്ക് ക്ലിയറാക്കാൻ ചിത്രണി നാഡി ആൻഡ് പുസ്തി എന്നുള്ള അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ സ്ട്രോക്സ് റിലീസാവും. അതുകൊണ്ട് ഇതിനൊക്കെ ഒൺലി ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ. ഇതിൽ എണ്ണയിട്ട് തരാൻ മുഖത്തിൽ ചവിട്ടി തീരുമാനമൊക്കില്ല. സോ ഇറ്റ് ഈസ് വർമ്മ ആസാമാരൊക്കെ ഇത് പഠിച്ചാൽ അവർക്ക് തന്നെ നല്ലത്. അത് ഫ്യൂച്ചറിലും ഇത് റെക്കോർഡായി അടുത്ത ജനറേഷനൊക്കെ കൊണ്ടുപോകാൻ വെക്കും. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.